അകവും പുറവും ഒരുപോലെ പൊള്ളുന്ന മുന്നണിപ്പോരുകളുടെ ചൂട് കൊടുമ്പിരി കൊണ്ടൊരു കാലം. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം മുന്നിലിട്ടൊരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ പട്ടാമ്പിയിൽ ഒരു തീപ്പൊരി പോരാട്ടത്തിന് കളമൊരുങ്ങിയിരുന്നില്ല. ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീരുമാനം കൈക്കൊണ്ട് LDF മുന്നണിയുടെ പോരാളി മത്സരക്കളത്തിൽ കാലുറപ്പിച്ച് പടപൊരുതാൻ തയ്യാറായപ്പോഴും മറുകളത്തിൽ ആരും ഇടം പിടിച്ചില്ല. സ്ഥാനാർത്ഥി ചിത്രങ്ങളും തീരുമാനങ്ങളും മാറി മാറി വന്നതിനൊടുവിൽ UDF മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ LDF ക്യാമ്പുകളിൽ അത് ഞെട്ടലുണ്ടാക്കി. എന്നാൽ തിരഞ്ഞെടുപ്പിന് വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പട്ടാമ്പിയുടെ ചിത്രം മാറി മറിയുകയാണ്. ഓരോ പ്രചരണ ദിനവും പിന്നിടുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ട വീര്യത്തിലേക്കാണ് പട്ടാമ്പി കുതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ശക്തമായ മത്സരമോ മത്സരാർത്ഥികളോ ഇല്ലാത്തിടത്ത് സ്ഥാനാർത്ഥികൾ ഒരുപോലെ ശക്തരാകുന്ന കാഴ്ചയാണിപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിന്റേത്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുകോട്ട UDF പൊളിക്കുമോ അതോ പട്ടാമ്പി വീണ്ടും ചുവക്കുമോ എന്നത് പ്രവചനാതീതമാണ്. ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും പട്ടാമ്പിക്ക് മാറ്റം വന്നില്ലെന്നും മാറാത്തത് മാറ്റുമെന്നും പ്രഖ്യാപിച്ച NDAയുടെ നില എന്താകുമെന്നതും പരിശോധിക്കേണ്ടതായുണ്ട്. അതേസമയം കഴിഞ്ഞ തവണകളിൽ പട്ടാമ്പിയിൽ വിജയം തീർത്ത LDFന് SDPAയുടെ പിന്തുണ ഉണ്ടായിരുന്നതായി ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി ഇത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് കളത്തിൽ SDPAയും വളരെ സജീവമായി തന്നെയുണ്ട്. പാർട്ടി വോട്ടുകളൊന്നും തന്നെ ചോരില്ലെന്ന് SDPA സ്ഥാനാർത്ഥി തന്നെ ഉറപ്പു നൽകിയതായും നമ്മൾ കണ്ടു. ഇതെല്ലാമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെങ്കിലും വ്യക്തമായ മുന്നണി ശക്തിയുള്ള മണ്ഡലം കൂടിയാണ് പട്ടാമ്പി. LDFനും UDFനും ഒരുപോലെ വേരോട്ടമുള്ള നിഷ്പക്ഷതയുടെ വോട്ടുകൾ മറയുന്നിടത്ത് വിജയം ആർക്കെന്ന ചിത്രം തെളിയുന്ന പട്ടാമ്പി മണ്ഡലം ആരുടെയും കുത്തകയല്ല എന്നുകൂടി അടിവരയിടുന്നു. 1957 EP ഗോപാലനിൽ നിന്ന് തുടങ്ങി EMSഉം MP ഗംഗാധരനും KE ഇസ്മയിലും ലീല ദാമോദരനും CP മുഹമ്മദും നിലവിൽ മുഹമ്മദ് മുഹസിനും വരെ എത്തി നിൽക്കുന്ന LDF UDF മുന്നണികൾ മാറി മാറി ഭരിച്ച പട്ടാമ്പി പൊളിയാത്ത കോട്ടയോ ബാലികേറ മലയോ ഒന്നുമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം സഞ്ചരിക്കുന്ന സംസ്ഥാന ഭരണം പിടിക്കുന്ന മുന്നണിക്ക് മുതൽക്കൂട്ടാവാൻ വരെ സാധ്യതയുള്ള മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്ന പട്ടാമ്പിയിൽ ആര് വാഴും ആര് വീഴും എന്നത് കാത്തിരുന്നു തന്നെ കാണാം.